നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കുകയും ഒരാളെ കേൾക്കുമ്പോൾ തീരുമാനം എടുക്കണം, അങ്ങോട്ട് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയും ആ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണമാണ്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, ജസ്റ്റ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ തീരുമാനം എടുക്കണ്ട, നമുക്കവിടെ സ്ട്രെസ്സില്ല, സ്ട്രെയിനില്ല. നമ്മളെ തീരുമാനിപ്പിക്കാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പഠിപ്പിക്കുന്നത് തീരുമാനിക്കാനാണ്. ഇതൊക്കെ ഇന്നതാണ്, ഇതൊക്കെ ഇന്നതാണ്. പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? കുട്ടിയെ പഠിപ്പിക്കുന്ന എങ്ങനെ? ഇത് ഇന്നതാണെന്ന് പഠിപ്പിക്കണെന്ന്. അതെ, നമുക്കൊന്നും വെറുതെ ചെയ്യാൻ പറ്റാറില്ല. എന്ത് ചെയ്യുമ്പോഴും അവിടെ ഒരു റിസൾട്ട് വേണം. ഇപ്പം സംസാരിക്കുമ്പോഴാണെങ്കിലും അവിടെ ഒരു അറിവ് കിട്ടണം. എന്നാലും സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വെറുതെ അവിടെ സംസാരിക്കാനോ കേൾക്കാനോ പലർക്കും പറ്റാറില്ല. ആരും തയ്യാറല്ലെന്ന് വെച്ചാൽ പറ്റുന്നില്ല. മനസ്സിലായി? കാരണം ഞാൻ ഒരു അറിവായിരിക്കണം, അല്ല ഞാൻ അവിടെ ഉണ്ടെന്നുള്ള ഭാഗമില്ല. ഞാനൊരു അറിവായിട്ട് മാറിയിരിക്കുന്നു. മനസ്സിലായി? ഓരോ വ്യക്തി ഒരു അറിവായിട്ട് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് ശരീരത്തിൽ ഭയങ്കര ബലം പിടുത്തം. ഈ അറിവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അറിവായിട്ടല്ല, ഞാൻ അനുഭവമായിട്ടാണ് നിൽക്കേണ്ടത്. ഞാനൊരു അനുഭവമാണ്. ആ അനുഭവമായിട്ട് നിൽക്കുമ്പോഴാണ് എന്നെ ഞാൻ തനതായിട്ട് ആസ്വദിക്കുന്നത്. അവിടെയാണ് ജീവിതം. അപ്പോൾ പലപ്പോഴും പലവരും കേൾക്കുമ്പോൾ താൻ അതല്ലേ പറഞ്ഞത്, താൻ ഇല്ലതല്ലേ പറഞ്ഞത് എന്നുവെച്ചാൽ അറിവായിട്ട് മാറ്റുകയാണ്. അല്ലാണ്ട് ആ വ്യക്തിയുമായിട്ട് ഒരു സമ്പർക്കത്തിനുള്ള സാധ്യത അവിടെ ഇല്ല. ഇപ്പൊ നമ്മളിപ്പം വേറൊരു ഭാഷയില് സംസാരിക്കുന്നത് കേൾക്കുന്നു. ഇപ്പൊ കൊറിയൻ ഭാഷയോ ചൈനീസ് ഭാഷയോ കേൾക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ആ കാര്യം കേൾക്കുമ്പോ നമ്മളുടെ ശരീരത്തിൽ അവിടെയും അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലൊരു അനുഭവമുണ്ട്. പക്ഷെ അനുഭവത്തിനോട് വലിയ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളിലോട്ട് പോകേണ്ടി വരുന്നു. ഇപ്പം ഈ സംസാരം തന്നെ, ഈ സംസാരത്തിൽ തന്നെ എന്താ ഉള്ളത്? ഈ സംസാരത്തിൽ എന്താ ഉണ്ടാകേണ്ടത്? എന്താണ്? നമ്മൾ കുറേ വാക്കുകളുടെ അർത്ഥത്തിലോട്ട് പോവുകയും ആ വാക്കുകളുടെ അർത്ഥത്തിലോട്ട് പോകുന്നതിന് പകരം അനുഭവത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വാക്കുകൾക്കൊന്നും യാതൊരു ഇതില്ല. പകരം അപ്പോഴും ഇവിടെ അനുഭവം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ. അപ്പൊ ഇതിനകത്ത് എന്താ ബുദ്ധിമുട്ട്? സഖലബാതല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവനെന്താ അർത്ഥമില്ലാത്തത് പറയുന്നു. അപ്പോഴവൻ ചലിക്കുന്നു എന്നുള്ളൊരു ഭാഗം ആരും കാണുന്നില്ല. ആ ചലനം, ആഹാ, ആ ചലനത്തിന് സ്ഥാനം കൊടുത്തേ. അതാണ് ആവശ്യം. അപ്പൊ അതായത് ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ ഞാനത് ഇരുന്ന് കേൾക്കും. എന്തുകൊണ്ടാ? അവിടെ അത് കേൾക്കുമ്പോ എനിക്കൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭവം കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ലാതെ ആ വിഷയം മാറുമ്പോൾ ഞാൻ അതിൽ നിന്ന് മാറും. പക്ഷെ പെർമനന്റ് ആയിട്ട് തുടരുന്ന ഒരു അനുഭവം അവിടെ ഉള്ളത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ അതിലാണെങ്കിൽ എനിക്ക് താങ്കൾ ഏത് വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചാലും എനിക്ക് അവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റും. കാരണം ഞാൻ കേൾക്കുന്നതും അനുഭവിക്കുന്ന എല്ലാം എന്നെ മാത്രം, അല്ലാത്ത വേറൊരു സംഭവം ഇല്ല. അതുകൊണ്ട് എനിക്കവിടെ യാതൊരു കാരണവശാലും പ്രതിസന്ധിയില്ല. ഞാൻ എന്നെ തന്നെ അനുഭവിക്കുന്നു, എന്നിലുള്ള അനുഭവത്തിൽ തുടരുന്നു. ഇതിനകത്ത് വേറെ യാതൊരു വിഷയമില്ല. നമ്മൾ അയാൾ എന്താ പറഞ്ഞു അയാളോടൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും. അതെ, പലപ്പോഴും ഇത് നമ്മളെ പോസിറ്റീവ്നെസ് ഒക്കെ വരുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്. ഒരു പ്രത്യേക ഒരു സാഹചര്യം അല്ലെങ്കിൽ വ്യക്തികൾ. ഒരു കോൾ വരുന്നുണ്ട്. സാഹചര്യം